ഇന്ത്യ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിൽ ചെന്ന് വലിയ സ്വീകരണമൊക്കെ കിട്ടി. 2 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഇറാന് നേരെ ആക്രമണം നടന്നത്. ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്, വ്യാപാര ബന്ധം, ഓയിൽ വാങ്ങുന്ന കാര്യത്തിലൊക്കെ ഉണ്ട്. അമേരിക്കയുമായിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. അപ്പോൾ അമേരിക്ക, ഇന്ത്യ, ഇസ്രായേൽ, ഇറാൻ എല്ലാം ഒരേ ഗ്രൂപ്പിൽ നിൽക്കുന്നതാണ്. പക്ഷേ എന്നിട്ടും ഇറാനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യ ഇതുവരെ ഒരു അക്ഷരവും മിണ്ടിയില്ല. മാത്രമല്ല, പല രാജ്യങ്ങളിൽ ഇന്ത്യക്കാരായ ആളുകൾ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. വിമാന സർവീസുകളെല്ലാം തന്നെ റദ്ദായിട്ടുണ്ട്. എന്നിട്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കമാന്നൊരക്ഷരം മിണ്ടാത്തതിൻ്റെ പിന്നിൽ എന്തെങ്കിലും അജണ്ടയുണ്ട്? മിണ്ടാതിരുന്നിട്ടൊന്നുമില്ല. അവരെ വിളിച്ച് നമ്മുടെ പൗരന്മാരുടെ സുരക്ഷയിലുള്ള ആശങ്ക പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ നോക്കിയിട്ട് ഒരു ഇവാക്യുവേഷൻ ഡ്രൈവ് ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കുറച്ച് പേരെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരേണ്ടിയും ഇവിടുന്ന് കൊണ്ടുവിടേണ്ടിയും വരും. കാരണം ജീവിതം മുന്നോട്ട് പോകണ്ടേ. പോയി കുരുങ്ങിയവരുണ്ടല്ല, 2 ദിവസം ദുബായൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയ ഒരു പാവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അയാൾ ദുബായിൽ. അവിടെ പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ പണ്ടാരം തിരിച്ചു വരാൻ നിർവാഹമില്ലാതെ ദുബായിൽ കിടക്കും. കയ്യിലെ കാശ് തീർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യും? ആ മനുഷ്യനെ കൊണ്ടുവരണ്ടേ? അതുപോലെ ഒരു കല്യാണത്തിനായിട്ട് കുടുംബം അടച്ച് കുവൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് കല്യാണമൊക്കെ കൂടി കഴിയുമ്പോൾ തിരിച്ചു പോകാൻ വിമാനമില്ല. തിരിച്ചു പോകാൻ അത് രക്ഷയില്ല. അവിടുത്തെ ജോലി പോകില്ല എന്ന് വെച്ചാൽ അവർ ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് ജോലിയൊന്നും കളയില്ല. പക്ഷേ ഇവിടെ നിന്ന് പഴിക്കാൻ കാശ് വേണ്ടേ? കൂട്ടുകാരോട് വീട്ടുകാരോടൊക്കെ കടം മേടിച്ച് ഒരു മനുഷ്യന് ഇവിടെ കഴിഞ്ഞുകൂടാൻ പറ്റുമോ? അപ്പോൾ ഇയാളെ തിരിച്ചു കൊണ്ടുപോകണ്ടേ? ഇങ്ങനെയുള്ള മാനുഷിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ഇതൊന്നും പത്രത്തിലോ ടി വിയിലോ വരാത്തതുകൊണ്ടാണ്. എത്ര പേരാണ് ഇങ്ങനെ വിവാഹത്തിന് വന്നവർ, മരണത്തിന് വന്നവർ, മരണത്തിന് വരാനിരുന്നവർ. ഇവിടെ മൃതദേഹം മോർച്ചറിയിൽ വെച്ചിരിക്കുന്നു. സണ്ണി വരട്ടെ. സണ്ണി അവിടെ നിന്ന് വണ്ടി കയറാൻ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാം ക്യാൻസൽ ചെയ്തത്. ഇപ്പം എന്ത് ചെയ്യണം? ഈ യുദ്ധം 2 ദിവസം കൊണ്ട് തീരുമെങ്കിൽ അതുവരെ മൃതദേഹം മോർച്ചറിയിൽ വയ്ക്കാൻ സണ്ണി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതല്ല, ഇതിങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ ഇത് എത്ര ദിവസം മോർച്ചറിൽ വെച്ചുകൊണ്ടിരിക്കും? ഇതെടുത്തിട്ട് കുഴിച്ചിട്ടുണ്ടേ. ഇങ്ങനെയൊക്കെയുള്ള എത്ര വലിയ മാനുഷിക പ്രശ്നമാണെന്നറിയാം. ആളുകൾക്ക് സംഭവിക്കുന്ന കുഴപ്പങ്ങൾ അത് മാധ്യമങ്ങളിൽ വരുന്നില്ല. ഇനി മെല്ലെ മെല്ലെ അത് വരാൻ തുടങ്ങും. വരുമല്ലോ, ഇത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുള്ളതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വേണം. അതിനു വേണ്ടിയിട്ട് പ്രധാനമന്ത്രി സംസാരിച്ച് തുടങ്ങി. ആദ്യം സംസാരിച്ചത് നെതന്യാഹുമായിട്ടാണ്. കാരണം നമുക്കിങ്ങനത്തെ ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഇറാനുമായിട്ടും അമേരിക്ക ഇസ്രായേലുമായിട്ടും നമുക്കൊരു കോറിഡോർ, ഒരു 2 മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തൽ നടത്തിയിട്ട് നമ്മുടെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും, അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും വിടാനുള്ള ഒരു സൗകര്യം ചെയ്യണമെന്ന് പറയുക. അതവർ ചെയ്യുകയും ചെയ്യും. കാരണം നമ്മൾ ആരുടെയും ശത്രു ലിസ്റ്റിൽപ്പെട്ടവരല്ല. യുക്രൈനിൽ നമ്മൾ ചെയ്തത് അതാണല്ലോ. ചൈനയോടും റഷ്യയോടും യുക്രൈനോടും പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ പിള്ളേരെ ഞാനൊന്ന് കൊണ്ടുപോകട്ടെ. തൻ്റെ പിള്ളേർ ഇവിടെയുണ്ട്. പിന്നെ അവർ പഠിക്കാൻ, നമ്മുടെ ആൾക്കാരും മെഡിക്കൽ കോളേജിൽ പഠിക്കാനായിട്ട് ഉക്രൈനിൽ പോവുക, എന്തൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുത്തത്. ഭൂമിയുടെ ഏത് കോണിലും നമ്മുടെ ആൾക്കാരുണ്ടാവും. എന്തുമായിക്കോട്ടെ, ഉക്രൈനിൽ നിന്ന് നമ്മൾ ഊരിയെടുത്തു പിള്ളേരെ. ഇതുപോലെ നമ്മുടെ ആൾക്കാരെ, അവരുടെ സുരക്ഷ നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇപ്പോൾ എനിക്കാകെ സംശയം ഇറാനിൽ നിന്ന് എല്ലാവരും പോകുന്നു എന്നുള്ളതാണ്. 2 മാസം മുമ്പ് തന്നെ വാണിംഗ് കൊടുത്തതാണ് ഇറാനിൽ. നിങ്ങൾ ഇന്ത്യക്കാർ തിരിച്ചു പോരണം, അവിടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ഈ 2 ആഴ്ച കൂടുമ്പോൾ വാണിംഗ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു വിദേശകാര്യ മന്ത്രാലയം. ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഇറാനിൽ കിടപ്പുണ്ടാകുക ആരെങ്കിലും. കാരണം നമ്മൾ പെട്ടെന്നൊന്നും അങ്ങനെ തോറ്റ് പിന്മാറുന്ന ആൾക്കാരില്ല. നോക്കാമെന്നേ, വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും. അവസാനം ഇത് തലയിൽ വീഴുന്നതായി കഴിയുമ്പോൾ അയ്യോ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഓടും. അങ്ങനെയുള്ള സംഗതി ഇറാനിലും ഉണ്ടാവാം. ഏതായാലും ഗൾഫ് മേഖലയിലുള്ള നമ്മളുടെ സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ഇവിടെ നിന്നുള്ളവർക്ക് ഒരു പോറൽ പോലും വരില്ല. ഇറാനും അത് നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ അമേരിക്കൻ ബേസിലേക്ക് എന്ന് വിചാരിച്ചിട്ട് ഇറാൻ വിടുന്ന മിസൈലുകളാണ് ചിലതൊക്കെ
വഴിതെറ്റി മറ്റ് മേഖലകളിൽ വീഴുന്നത്. ആ വീഴുന്നത് തന്നെ ഇവർ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഉം. ഇപ്പോൾ ഇന്നലെ ഒറ്റ ദിവസം തന്നെ 197 മിസൈലും പിന്നെ ഡ്രോണിൻ്റെ എണ്ണവും ഉണ്ടായിരുന്നു. എണ്ണം ഞാൻ മറന്നു. ഇത്രയും സാധനം UAE തലയിൽ പോയി വീണതാണ്. പക്ഷേ ആകെ ഒരു മിസൈലും മറ്റേ താഴെ വീണു. ബാക്കിയെല്ലാം ആകാശത്ത് വെച്ച് തന്നെ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ജീവന് കുഴപ്പമുണ്ടാകുന്ന ഒരാക്രമണം ഇറാനും നടത്തുകയില്ല. അങ്ങനെ നടത്താൻ പോയാൽ ഇവർ സമ്മതിക്കുകയുമില്ല, ഗൾഫ് രാജ്യങ്ങൾ സമ്മതിക്കുകയില്ല. അപ്പോൾ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ഒരു ഭീഷണി വേണ്ട. പക്ഷേ ഈ പോക്കുവരവുണ്ടല്ലോ, അതിൻ്റെ അനിശ്ചിതത്വം മനുഷ്യരെ വല്ലാതെ ടെൻഷനിലാക്കുന്നുണ്ട്. ആ പ്രശ്നമാണ് പ്രധാനമന്ത്രി ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശനത്തിൽ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു ഇത്തരം ഒരു കാര്യം സൂചിപ്പിച്ചു കണ്ടില്ലേ? അതുകൊണ്ടായിരിക്കില്ലേ മുൻകൂട്ടി ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരേണ്ട ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്നുള്ളൊരു സൂചന നൽകിയത്? അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അത് മറച്ചു വെക്കുന്നത്? അല്ല, മോദി ഇസ്രായേലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇറാനിലുള്ള ആൾക്കാരോട് വെക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. യുദ്ധം ഏത് നിമിഷവും ഉണ്ടാവാം നമുക്കറിയാം. വാസ്തവത്തിൽ ഒരു വാർ സോണിലേക്കാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയത്. നരേന്ദ്രമോദി ഇസ്രായേലിലുള്ളപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു എന്ന് വയ്ക്കുക, എന്ത് ചെയ്യും? പ്രധാനമന്ത്രി കുടുംബം അവിടെ ചെലവഴിക്കും. അത്ര ഒരു റിസ്ക് ആയിരുന്നു ആ പോക്ക്. ആ പോക്കിന് പിന്നിൽ എന്താണെന്നുള്ളത് വാസ്തവത്തിൽ ഇതുവരെ വ്യക്തമല്ല. ആ സമയത്ത് ഇസ്രായേലിൽ അതിന് 2 ദിവസത്തേക്ക് പോയത് എന്തിനായിരിക്കും? അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം ആ ഒരു അവസ്ഥയിൽ സാധാരണ ഒരു സൗഹൃദ സന്ദർശനം എന്ന് പറയുമ്പോൾ ഈ ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് ആരും സൗഹൃദ സന്ദർശനം നടത്താറില്ല. ഇവർ ഓൾറെഡി ഏത് നിമിഷവും അടിക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇസ്രായേലും ട്രംപ്. അപ്പോൾ ആ സമയത്ത് മോദി അവിടെ പോവുക, ഒന്നും സംഭവിക്കാത്ത മാതിരി നെതന്യാഹു അദ്ദേഹത്തെ സ്വീകരിക്കുക, 2 ദിവസം പ്രോഗ്രാം നടത്തുക, തിരിച്ചു വരിക. അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും? അത് എനിക്ക് അജ്ഞാതമാണ്. എന്തിന് ആ സമയത്ത് അങ്ങനെ ഒരു വിസിറ്റ് നടത്തി? ബാക്കി പറയാനുള്ള കാര്യങ്ങൾ ഫോണിലാണെങ്കിലും പറയാമല്ലോ, അവിടം വരെ പോകേണ്ട കാര്യമില്ല. അന്ന് പറഞ്ഞിരുന്നത് ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആയുധ നിർമ്മാണം, പ്രതിരോധ ഉടമ്പടികൾ, കരാറുകൾ ഇതൊക്കെ തന്നെ പറഞ്ഞു. മാത്രമല്ല ഇസ്രായേലിൽ ആയുധങ്ങളൊക്കെ ഇന്ത്യയിൽ നിർമ്മിക്കുക, ഇന്ത്യയിൽ ഭയങ്കര മാൻ പവർ ഉണ്ട്. ഇതൊക്കെ അതൊക്കെ ശരിയാണ്, അതൊക്കെ ശരി. ആ കരാറൊക്കെ ഉണ്ടാക്കി ഒപ്പിട്ടു, ഇതൊക്കെ ചെയ്തു. പക്ഷേ ആ പോയ സമയമുണ്ടല്ലോ, ഒരു ഡേഞ്ചറസ് സമയത്താണ് അവിടെ പോകുന്നത്. ആ സമയത്ത് പോയത് എന്തിനാണ് എന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. വേണമെങ്കിൽ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. കരാറുകൾ ഒപ്പിടുന്നതുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർ തമ്മിലാണ്. പ്രധാനമന്ത്രിമാർ അത് ഒരു സിംബോളിക്കായിട്ടാണ്, ഒരു ഫയലിനുള്ളിൽ ഒരു കടലാസ് 2 പേരും ഒപ്പിടുന്നു, എന്നിട്ട് ആ ഫയൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ഫയലല്ല ഔദ്യോഗിക കരാർ. ഔദ്യോഗിക കരാർ വേറെ, ഉദ്യോഗസ്ഥന്മാർ ഒപ്പിട്ട കരാർ, അത് പേജുകളുണ്ടാകും, ഒരുപാട് വലിയ കരാറൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ്, ഒരു ഷോയാണ്, ഫോട്ടോ വയ്ക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ സമയം തിരഞ്ഞെടുത്തത് മേ ബി ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇനി സംഭവിച്ചാലും നമുക്കൊന്നും ഇല്ല എന്നുള്ള ഒരു സന്ദേശമായിരിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ വളരെ പ്രൊആക്റ്റീവായിട്ട് ഇന്നലെ രാത്രി തന്നെ CCS കൂടിയല്ലോ, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അഫയേഴ്സ്. ഇന്നലെ രാത്രിയാണ് തമിഴ്നാട്ടിൽ നിന്നോ എവിടെ ആയിരുന്നല്ലോ പ്രധാനമന്ത്രി, രാത്രി 10-10:15 തിരിച്ചെത്തിയത്. നേരെ CCS മീറ്റിംഗ് കൂടുകയായിരുന്നു. ഇവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിനോട് സംസാരിച്ചു, ബാക്കി ആരോടൊക്കെ സംസാരിച്ചു എന്നുള്ള വിവരം പതുക്കെ പുറത്തു വരും. അല്ല, ഇറാൻ നമ്മുടെ ഒരു സൗഹൃദ രാജ്യമാണ്. നമ്മൾ അവരുമായിട്ട് ഓയിൽ വാങ്ങുന്നതും കൊടുക്കുന്നതുമായിട്ട് ബന്ധമുണ്ട്. ചാബഹാർ എന്ന് പറയുന്നത് തുറമുഖവുമായി ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. അപ്പോൾ അത്രയൊക്കെ സൂചന കിട്ടുമ്പം നമ്മൾ ഇറാനെ സഹായിച്ചില്ല, അറിയിച്ചില്ല എന്നുള്ളൊരു ആരോപണം വരുന്നത് മോശമല്ലേ? എന്തറിയിച്ചില്ല? യുദ്ധ സമാനമായൊരു സാഹചര്യം ഉണ്ടാകാം നിങ്ങൾക്കെതിരെ. അല്ല, ഉണ്ടെന്ന് അറിയിച്ചു. അങ്ങനെയാണല്ലോ ആൾക്കാരെ അവിടെ നിന്ന് പോരാൻ പറഞ്ഞത്. ഇറാൻ നമ്മൾ നമ്മുടെ ആൾക്കാരോട് ഇറാനിൽ നിന്ന് സ്ഥലം വിടണം, ഏത് നിമിഷവും യുദ്ധം ഉണ്ടാകാവുന്ന സാഹചര്യമാണ് എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നത് അവിടുത്തെ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ചേട്ടാ, ഞങ്ങളുടെ ആൾക്കാരെ തിരിച്ച് എടുക്കാനായിട്ട് ഞാൻ ഇത് കൊടുക്കും, നിങ്ങളുടെ ആൾക്കാരെ കൊണ്ടുപോക്കൂ, വേഗം അവരോട് പോകാൻ പറയും, അത് കുഴപ്പമാണ് കേട്ടോ
എന്നവരും പറഞ്ഞു. ഉഭയസമ്മതപ്രകാരമാണ് ഇതൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ അവർ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യക്കാരെല്ലാം പോകാൻ പോകുന്നു. ഇന്ത്യക്കാരൻ പോകണ്ട, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങിയില്ലേ? അവരുടെയും സമ്മതത്തോടെയാണ് ഇതൊക്കെ. എംബസി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ശരി, ഇച്ചിരി പ്രശ്നമാണ്, ചേട്ടൻ്റെ ആൾക്കാരെ എടുത്തോണ്ട് പൊക്കോ, അവർ വെറുതെ കുഴപ്പത്തിലാവണ്ട എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ചുരുക്കം പറഞ്ഞാൽ മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഇപ്പോൾ അടുത്തു, കാരണം പുതിയ കരാറൊക്കെ വന്നതിന് ശേഷം. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ജൂതന്മാരെ അഭിസംബോധന ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അറിയുന്നത് മോദി അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ പിന്നെ ഒരു രഹസ്യ അജണ്ട ഉണ്ടാകാം അല്ലേ? എന്തെങ്കിലുമൊക്കെ അജണ്ട ഉണ്ടാവാം. പക്ഷേ സിനിജി പറഞ്ഞ മറ്റേ കാര്യം ശരിയല്ല. ട്രംപുമായിട്ടുള്ള അകൽച്ച കുറഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ അകന്ന് തന്നെ നിൽക്കും. ട്രംപുമായിട്ട് മോദി ഇനി എന്ന് സംസാരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഈ ഒരു സംഘർഷത്തിലൂടെ ട്രംപ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കാരണം താനാണ് ഈ ലോകത്തിലെ പോലീസ്, ലോക പോലീസ് താൻ തന്നെയാണ്, താൻ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും. വെനസ്വേലയിൽ ഇത് സംഭവിച്ചു, ഇതാ ഇറാനിൽ സംഭവിച്ചു, ഇനി ഞങ്ങൾ 4 ആഴ്ച വരെ യുദ്ധം നീണ്ടു നിൽക്കാം എന്നൊക്കെ പറഞ്ഞ് ട്രംപ് ഒരു വെല്ലുവിളി ഉയർത്തുമ്പോൾ നമ്മളും അതിനോടൊന്ന് സഹകരിച്ച് നിൽക്കേണ്ടി വരും എന്നുള്ളൊരു സൂചനയല്ലേ? അങ്ങനെ വെല്ലുവിളി ഇപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും ആ ഡയറക്ഷനിലാണ്. ഞാനാണ് ലോകത്തെ നമ്പർ 1, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. ഇത് കേട്ട് 2-3 പേരും മിണ്ടാതിരിക്കുന്നു. ഒന്ന് റഷ്യ, 2 ചൈന യുദ്ധം ശരിയല്ല, അതുകൊണ്ട് നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ചില ജനറൽ സ്റ്റേറ്റ്മെൻ്റൊക്കെ പറഞ്ഞ് തന്നെ നിൽക്കുകയാണ് അവർ ഗൗരവമായിട്ട് ഇടപെട്ടാലോ? അപ്പോൾ അത് വലിയൊരു ക്രൈസിസിലേക്ക് പോകും. അതുകൊണ്ട് ട്രംപിന് ഇങ്ങനെ വാചകമൊക്കെ അടിക്കാം, അത് അവർ ശരി എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. ബട്ട് കാര്യത്തോടെ അടുത്ത് കഴിയുമ്പോൾ അവർ ലോകത്തിൻ്റെ മുഴുവൻ അധിപൻ ഞാനാണ് എന്നുള്ള ട്രംപിൻ്റെ അവകാശം അവർ സമ്മതിച്ചു തരുമോ? എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.